യേശു മരിച്ചില്ല എങ്കിൽ നമ്മൾ ചരിത്രരേഖകളെ സംബന്ധിച്ച് എന്തു ചെയ്യും? ചരിത്രരേഖകൾ വളരെ ക്ലിയറാണ്. ഏതൊരു ചരിത്രകാരനും ആ സമയം തൊട്ടുള്ള ചരിത്രകാരനും വ്യക്തമായിട്ട് അറിയാമായിരുന്നു യേശു മരിച്ചു എന്നുള്ളത്. യേശുവിൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വലിയ ചരിത്രകാരന്മാരെ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. താലസും ഫ്ലെഗോനും. അവർ ഗ്രീക്ക് ചരിത്രകാരന്മാരായിരുന്നു. അവർ 52 AD സംവാദിക്കുകയായിരുന്നു യേശു മരിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സംവാദത്തിൽ. അതായത് യേശുവിൻ്റെ മരണത്തിന് അറൗണ്ട് 19 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു സംവാദമാണ്. അതിൽ അവർ എഴുതിയിരിക്കുന്നത് യേശു മരിച്ചപ്പോൾ സൂര്യൻ അന്ധകാരമായി മാറി, ഭൂമി കുലുങ്ങിയെന്നും. അപ്പോൾ ഇവിടെ ഗ്രീക്ക് ചരിത്രകാരന്മാർ അവർക്ക് ഒരു കാരണവുമില്ല ക്രിസ്തീയ രേഖയെ സപ്പോർട്ട് ചെയ്ത് എഴുതണമെന്ന്. എന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നു യേശു മരിച്ചു എന്നുള്ളത്. പിന്നീടുള്ള വ്യക്തിയാണ് ടസീറ്റസ്. ടസീറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു റോമൻ ചരിത്രകാരനായിരുന്നു. ടസീറ്റസിന് ക്രിസ്ത്യൻസിനെ ഇഷ്ടമല്ലായിരുന്നു. ക്രിസ്ത്യൻസിനെ പറ്റി ഒരു നല്ല കാര്യവും ടസീറ്റസ് എഴുതിയിട്ടുമില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, യേശുവിൻ്റെ മരണത്തെപ്പറ്റി ടസീറ്റസ് എഴുതിയിട്ടുണ്ട്. യേശു മരിച്ചു എന്ന് എഴുതുക മാത്രമല്ല താൻ ചെയ്തത്, ആ സംഭവം നടക്കുന്നത് പൊന്തിയോസ് പീലാത്തോസിൻ്റെ ആ അധികാരത്തിൻ്റെ കീഴിലും തിബേരിയസിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ആ വാഴ്ചയുടെ സമയത്താണ് യേശു മരിച്ചതെന്നും ഈ ടസീറ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു 33 AD മരിച്ചതെന്ന് നമുക്കൊരു അറിവ് ലഭിക്കുന്നത് കാരണം ടസീറ്റസിൻ്റെ ഈ ഒരു രേഖ നിമിത്തം. പിന്നീടുള്ള വ്യക്തിയാണ് ജോസിഫസ്, ഒരു യഹൂദ ചരിത്രകാരൻ. യേശുവിൻ്റെ മരണത്തെപ്പറ്റി എഴുതുന്നുണ്ട്. അതും താൻ ഇതുകൂടെ പറയുന്നുണ്ട്, ക്രിസ്ത്യൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 3 ദിവസത്തിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. അതും യോസീഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീക്ക്, റോമൻ, യഹൂദ ചരിത്രകാരന്മാർ എല്ലാവരും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് യേശു മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിനോട് ചോദിക്കാനുള്ളത്, ഇനി നിങ്ങളൊരു ക്രിസ്ത്യനാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മുസ്ലിം ഫ്രണ്ട്സിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഒരു ചരിത്രകാരനെയെങ്കിലും കാണിക്കാൻ പറ്റുമോ 1-ാം, 2-ാം, 3-ാം, 4-ാം, 5-ാം, 6-ാം, 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഏതെങ്കിലും ഒരു ചരിത്രകാരനെ കാണിക്കാൻ പറ്റുമോ യേശുവിൻ്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുന്ന, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ ചരിത്രകാരനെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ആരുമില്ല. ഉള്ളി റെഫറൻസ്, ഏക റെഫറൻസ് വരുന്നത് യേശു മരിച്ചില്ല എന്ന് പറയുന്നത് ഖുറാൻ 4:157 ആൻഡ് അത് വരുന്നതും 8-ാം അല്ലെ 9-ാം നൂറ്റാണ്ട് AD, അല്ലാതെ 7-ാം നൂറ്റാണ്ടിലല്ല. കാണുക, യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി മുസ്ലിങ്ങൾക്ക് ഉത്തരമില്ലാത്ത 5 കാര്യങ്ങൾ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.